നമസ്കാരം. ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. 2 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ദൃശ്യങ്ങൾ പുറത്ത്. മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ ചെവി പോലീസ് അടിച്ചു തകർത്തു. ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യമുനയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സ്പോൺസർഷിപ്പ് ശരിയാണോ എന്ന് ആലോചിക്കണം. രാഷ്ട്രീയ കാപട്യമെന്ന് UDF. വിശ്വാസികൾക്കൊപ്പമെന്ന് CPM. വിശ്വാസ സംഘവുമായി സംഘപരിവാർ സംഘടനകളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ നടി റിനിയുടെ മൊഴിയെടുക്കാൻ സമയം തേടി ക്രൈംബ്രാഞ്ച്. ആലോചിച്ചറിയിക്കാമെന്ന് റിനി. ഗർഭഛിദ്രം നടത്തിയ യുവതികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ വഴിമുട്ടിയ അന്വേഷണം. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാൻ തെളിവില്ല. ആയിഷ തിരോധാന കേസിലും പ്രതിസന്ധി. ട്രംപിനെതിരെ നിലപാട് കൂടുതൽ കടുപ്പിച്ച് ചൈന. ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഷീ ജിൻപിങ്. ബീജിംഗിലെ വമ്പൻ സൈനിക പരേഡിന് സാക്ഷ്യം വഹിക്കാൻ കിം ജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും. ഇന്ത്യയെ കുറ്റപ്പെടുത്തി വീണ്ടും ട്രംപ്. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ പോലീസിന്റെ ഭീഷണി ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിന് സ്റ്റേഷനിൽ ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SIയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ തല്ലിച്ചതച്ചത്. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത്. ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണിത്. ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്ന സുജിത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്ത സുജിത്തിനെ അകാരണമായി SI നുക്മാൻ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. CPOമാരായ ശശീന്ദ്രനും സന്ദീപും സജീവനും മർദ്ദിച്ചു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ ഉപദ്രവിച്ചതായും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കാട്ടി വ്യാജ FIR ചമച്ച് സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. പരിശോധനയിൽ സുജിത്തിന്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചതായും കണ്ടെത്തി. സുജിത്ത് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. കുന്നംകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശവും നൽകി. തുടർന്നാണ് മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സുജിത്ത് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നതും ദൃശ്യങ്ങൾ ലഭിച്ചതും. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് തന്നെ നടപടിയെടുത്തിരുന്നതായി തൃശൂർ റേഞ്ച് DIG പറഞ്ഞു. പോലീസുകാർക്കെതിരായ കേസ് പാർട്ടി നടത്തുമെന്ന് PC വിശ്വനാഥ് MLA പറഞ്ഞു. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് 18 തൃശൂർ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തര നടപടിയെടുക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും നിയമപരമായി പോരാടുമെന്നും KPCC അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ക്രിമിനൽ പ്രതികളെ, കാക്കിയുടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച്
അദ്ദേഹം 15/6/23 ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ SP കൃത്യമായി ഈ സുജിത്തിന് പോലീസ് SIയുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല. സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കേണ്ടതായിരുന്നു. ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ്, ഗുരുതരമായി പരിക്കേൽപ്പിച്ച ജാമ്യമില്ലാത്ത കുറ്റത്തിന് ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പോസ്റ്റ്. പ്രസ്ഥാനത്തിനും നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാർ പോലീസിന്റെ ക്രൂര മർദ്ദനത്തിന് ഇരയായി എന്ന് രാഹുൽ പറഞ്ഞു. സുജിത്തിന്റെ പോരാട്ടത്തിന് നാട് പിന്തുണ കൊടുക്കുമെന്നും പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ് രാഹുൽ അഭിപ്രായം രേഖപ്പെടുത്തിയത്. തുടരും സിനിമയിലെ ജോർജ് സാറിനെ പോലെയാണ് കേരളത്തിലെ പോലീസുകാരെന്ന് അബിൻ വർക്കി. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു അബിൻ. കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു. കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെ കുറിച്ച് പോലീസ് സേനയുടെ അകത്തു നിന്ന് പോലും റിപ്പോർട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് ഏമാന്മാർ. ഇപ്പോ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന ഈ പോലീസ് ഏമാന്മാർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ്, ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുപോലുള്ള നീചന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് നേരെ ചോദ്യങ്ങളുമായി UDF. ആചാര ലംഘനം നടത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ സത്യവാങ്മൂലം പിൻവലിക്കാനും സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഒഴിവാക്കാനും സർക്കാർ തയ്യാറാകുമോ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിയുള്ള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പക്ഷേ കൃത്യമായ മറുപടി നൽകാതെ തന്ത്രപരമായ നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും എതിർപ്പ് തുടരുകയാണ്. കപട അയ്യപ്പ ഭക്തിയും രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇന്നും അദ്ദേഹം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയില്ല. നേരത്തെ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന സൂചനകളാണ് അദ്ദേഹം നേരത്തെ നൽകിയിരുന്നത്. സർക്കാർ ഈ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷത്തിന് വലിയ സംശയങ്ങളുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള, വർഗീയവാദികൾക്ക് അവസരമൊരുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സംഘാടക സമിതി തന്റെ പേര് വച്ചത് അനുമതിയോടുകൂടി ആയിരുന്നില്ല, തന്നോട് ചോദിച്ച ശേഷമായിരുന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചന തന്നെയാണ്. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി സർക്കാരും CPM നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന വിമർശനവും സൂചനയുമാണ് ഇപ്പോഴും പ്രതിപക്ഷം നൽകുന്നത്. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മറുഭാഗത്ത് BJPയും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് BJPയുടെ വിമർശനം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിക്കില്ലെന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നവോത്ഥാന മതിലും മറ്റും സംഘടിപ്പിച്ച് ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് സർക്കാർ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം, അതിനുശേഷം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തുന്നതിൽ അന്ന് സർക്കാരിനൊപ്പം നിന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്കൊപ്പം നിന്ന KPMS അടക്കമുള്ള സംഘടനകളും കടുത്ത അതൃപ്തിയിലാണ്. ഒരു കാരണവശാലും സർക്കാരിന്റെ നീക്കം
അനുവദിക്കില്ല. അങ്ങനെ പോയാൽ സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന നിലപാടാണ് KPMS അടക്കമുള്ള സംഘടനകൾക്ക്, നവോത്ഥാന സമിതിയിൽ പ്രധാനികളായ സംഘടനകൾക്ക് ആ ഒരു നിലപാടാണ്. അതും സർക്കാരിനെ CPM-നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുമ്പോൾ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ലഭിച്ച ഈ പിന്നാക്ക വോട്ടുകൾ പോകുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ഏതായാലും ഈ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും അയ്യപ്പ സംഗമം വലിയ വിജയമാക്കി മാറ്റാനുള്ള നടപടികളുമായി സർക്കാരും CPM മുന്നോട്ട് പോവുകയാണ്. അയ്യപ്പ സംഗമത്തിൽ ഇതിനകം ക്ഷണിതാക്കളെയൊക്കെ തീരുമാനിച്ച് ക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ വലിയ വിജയമാക്കി ഇത് മാറ്റാൻ CPM-ന്റെയും ഇടതുമുന്നണിയും കൂടി സഹായവും സഹകരണവും ഉണ്ടാകുമെന്നും ഉറപ്പാണ്. PV അരുൺ നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ സംഘപരിവാർ സംഘടനകൾ. ഈ മാസം 22-ന് പന്തളത്താണ് സംഗമം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് കുമ്മനം രാജശേഖരനും രംഗത്തെത്തി. സർക്കാർ വിശ്വാസികളെ അടുപ്പിക്കാൻ ഹിന്ദു സമൂഹത്തെ കരുവാക്കുകയാണെന്ന് കുമ്മനം. മറ്റ് സമുദായങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇടപെടാത്ത സർക്കാരാണ് ഹിന്ദു സമുദായത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. മതേതര സർക്കാർ വിശ്വാസികളെ വിളിച്ചുകൂട്ടുന്നത് ശരിയാണോ എന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ഇത് ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചുകൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ? അല്ലെങ്കിൽ അത് ന്യായമാണോ, പ്രസക്തമാണോ, ഔചിത്യമുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്ന് അവിടുത്തെ വിശ്വാസികളൊന്നും വിളിച്ചുകൂട്ടരുത്. അങ്ങനെ വിളിച്ചുകൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിന് എങ്ങനെ വിളിച്ചുകൂട്ടാൻ പറ്റും? അതൊരു ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ്. അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറ്റു അവകാശവാദം. ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ്. അതിന് ആഗോള പ്രശസ്തിയുണ്ട്. അതിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നു? അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശബരിമല ക്ഷേത്രത്തിന് കഴിയില്ല. അതാണ് അവസ്ഥ. ഇനി എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം, ശബരിമലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ശബരിമല വിശ്വാസികളാണ് നല്ല ഭൂരിപക്ഷ ആൾക്കാർ. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു. സ്വാഭാവികമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധി ആൾ, ആയിരക്കണക്കിന് ആൾ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതി അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കേസുകൾ നിരവധിയുണ്ട്. എത്രയോ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീരബലിദാനികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ഇൻ്റർവ്യൂവിന് ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തടയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിന് ആൻസറില്ല. ഇത് നടത്തരുതെന്നൊന്നും ആരും പറയുന്നില്ല. അയ്യപ്പ സംഗമം അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നൊന്നും അഭിപ്രായമില്ല. നടത്തിക്കോട്ടെ. പക്ഷേ ഈ സംശയം സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയണം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയായ VN വാസവനെ അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമില്ലെന്നും കുമ്മനം രാജശേഖരൻ. ദേവസ്വം ബോർഡല്ല, സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് കുമ്മനം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതും വാസവനല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല, സർക്കാരാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്, വാസവനാണ് അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഇത് പറയേണ്ടത്? പറഞ്ഞില്ല, മാറിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയി? ദേവസ്വം മന്ത്രിയാണ്. എവിടെ പോയി? അതും DMKയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും സ്വീകരിച്ചിരിക്കുന്ന, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, മന്ത്രി. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ? കാർഡ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ലോക കേരള സഭ. ഈ കേരള ഗവൺമെൻറ് എംബ്ലമാണ് വെച്ചിരിക്കുന്നത്. ആ എംബ്ലം വെച്ച ലെറ്റർ ഹെഡിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ സർക്കാരിന് ഇത് എന്തിനു നടത്തണം?
ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക, അല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്ത്. ഇതിനും തയ്യാറാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞു. അപ്പോൾ സർക്കാരിന് ഇതൊന്നും പിന്തിരിയാനൊന്നും പറ്റിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി എന്തോന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ലേ? അയ്യപ്പന്മാരുടെ സംഘവും നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ, മുസ്ലിം വിശ്വാസികളെ, മതവിശ്വാസികളെ വിളിച്ചു കൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം വന്നല്ലോ, വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. കാരണം അവർക്ക് സ്വതന്ത്രമായ മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്, ഒരു മതേതര സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയാണ് ദേവസ്വം മന്ത്രി. അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് സംശയമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ NSS നിലപാടിൽ സംശയിക്കേണ്ടതില്ലെന്ന് കുമ്മനം. വിശ്വാസം വളരെ പ്രധാനമാണെന്നാണ് NSS പറഞ്ഞത്. വിശ്വാസം സംരക്ഷിക്കാത്ത സർക്കാരിനെ അത് ഓർമ്മിപ്പിക്കുകയാണ് NSS ചെയ്തത്. ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭ കാലത്ത് ഏതാണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് NSS. പക്ഷെ അവർക്ക് ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർക്ക് എതിർപ്പില്ല. അപ്പോൾ വിശ്വാസം വളരെ പ്രധാനമാണെന്ന് NSS പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വാസം വളരെ പ്രധാനമാണ്. പക്ഷെ NSS ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, സർക്കാരിന്റെ നല്ല ഉദ്ദേശമാണെന്ന്. അല്ലെന്ന്, വിശ്വാസം അതാണ് പറഞ്ഞൊരു പോയിന്റ്. വളരെ ഇതാണ്, രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും. 2, വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത, വിശ്വാസം ധ്വംസിച്ച ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടത്തുകയാണ്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? അതാണ് ആ ഒരു സംശയമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷേ യോഗക്ഷേമ സഭ എതിർത്തതുപോലെ SNDP എതിർക്കുന്നില്ല. എതിർക്കുന്നതിന് ഓരോ രീതിയുണ്ട്. NSSും വളരെ വ്യക്തമായിട്ടാണ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്തൊരു സർക്കാരിനോടാണ് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കണം. നമ്മളും അതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസം ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, നിങ്ങളത് പിൻവലിക്കണം. അത് പറയുന്നത് എന്താ, തെറ്റെന്താ? അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്ന എന്താ ഉറപ്പ്? ഇവിടുത്തെ ഭക്തജനങ്ങൾ, വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. CPM വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നും നാളെയും ഇന്നലെയും വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി. സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ്. വർഗീയവാദികളെ അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും വിശ്വാസികളെ അണിനിരത്തിയാണ് വർഗീയതയെ ചെറുക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാര വിഭാഗങ്ങളും ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം തന്നെ. അപ്പൊ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. രണ്ട് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ട് കടന്ന് ഒരുത്തരം പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റ് പല ഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സഖാവ് അജയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ RSSന്റെ കാട്ടാളത്തപരമായ നിലപാടിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ അനുസ്മരണ സമ്മേളനവും നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിജ്ഞയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഓരോന്നായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിനെല്ലാം പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് പോകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മനഃപൂർവ്വം കാണാതിരുന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്നെ കാണണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ അറിയിച്ചിരുന്നില്ല. തന്നോട് സംസാരിക്കാതെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. സംഘാടക സമിതിയിൽ തന്റെ പേര് വച്ചത് അനുവാദത്തോടെ അല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എന്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊരു എന്റെ വീടല്ലല്ലോ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാൻ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകരാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത്, അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത്. എന്തൊരു മര്യാദയാണ് അതൊക്കെ. നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാൻ. ദേവസ്വം ബോർഡ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഘവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ച കോടതി പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളിലും ഫണ്ട് സമാഹരണത്തിലും റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു. അഭിഭാഷകർ നൽകിയ ഹർജി അവധിക്കാല ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. ഇടവേള. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ കോളേജിൽ വെച്ച് നടത്തുകയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജിന്റെ മൊഴിയെടുക്കാൻ സമയം തേടി ക്രൈംബ്രാഞ്ച്. സൈബർ ആക്രമണം തുടരുന്നതിനാൽ കുടുംബവുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം ഗർഭഛിദ്രം നടത്തിയ സ്ത്രീകളുടെ മൊഴി നേരിട്ടെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയ 3 യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ നിയമപരമായി കോടതി നൂലാമാലകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിന് വ്യക്തിപരമായി ബുദ്ധിമുട്ടുമായി ആദ്യം രംഗത്തെത്തിയ റിനി അന്നെ എത്രയും പെട്ടെന്ന് മൊഴിയെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിനിയുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിക്ക് അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഗർഭഛിദ്രം നടത്തിയ ശബ്ദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിക്ക് പുറമെ കേരളത്തിന് പുറത്ത് ഈ ഗർഭഛിദ്രം നടത്തിയെന്നിപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന യുവതി ഏത് ആശുപത്രിയെയാണോ ഈ നടപടികൾക്ക് വേണ്ടി സമീപിച്ചത്, ആ ആശുപത്രിയിൽ നടക്കം വിശദമായ വിവരശേഖരണം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇന്റലിജൻസ് വിഭാഗം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് നയിച്ച സാഹചര്യം, അതായത് ബോധപൂർവം നിർബന്ധത്തിന് വഴങ്ങിയാണോ ഗർഭഛിദ്രം നടത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ, ഇതിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലെ നിയമസാധുതകൾ ഉപയോഗിച്ചുകൊണ്ട് തുടരന്വേഷണത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ രാഹുലിന് കുരുക്കായി മാറാൻ പോകുന്നതും ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട 2 യുവതികളുടെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാകാൻ പോകുന്ന ഒരു നീക്കം തന്നെയായിരിക്കും. അവർക്ക് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നു പരാതി നൽകാതിരിക്കാൻ എന്ന കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അനുകൂലമായ ഒരു തീരുമാനം, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിശദമായ തെളിവുകൾ ഈ ആശുപത്രിയിൽ നടക്കം ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നതും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പ് തന്നെ ഇന്റലിജൻസ് ശേഖരിച്ച ചില തെളിവുകളുണ്ട്. ഈ ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതടക്കം അന്വേഷണ സംഘത്തിന് അവർ കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിയമസാധുതകൾ ഈ വിഷയത്തിൽ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ നിയമോപദേശം ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ തേടിയേക്കും. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അടഞ്ഞ അധ്യായമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുമില്ല, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്, ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ, ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. മലപ്പുറം തിരൂരിൽ സ്കൂളിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായി BJP. കുട്ടികൾ പാടിയത് ദേശഭക്തി ഗാനമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രധാനാധ്യാപിക എഴുതി നൽകിയത് തെറ്റായ നടപടിയാണ്. അധ്യാപകർക്ക് BJP നിയമപരമായ സംരക്ഷണം നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരു ദേശഭക്ത ഗാനം പാടിയാൽ ഇത് ഭാരതമാണ്. ആഗസ്റ്റ് 15-ാം തീയതിയാണ്, സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ ഒരു ദേശഭക്തി ഗാനം, ആ ദേശഭക്തി ഗാനം പാടിയതിന് ആ കുട്ടികളെ നിന്ദിക്കുകയും അതുപോലെ തന്നെ അധ്യാപകരെ അവിടെ പ്രതിഷേധ സൂചകമായി മാർച്ച് നടത്തുകയും ചെയ്തത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്താണ് ആ ദേശഭക്തി ഗാനത്തിലെ തെറ്റ്? ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല. ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല. അവർ മനോഹരമായി അത് പാടി, അത് വൈറലായി, എല്ലാവരും ആസ്വദിച്ചു. അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് പാടിയവരിൽ 2 കൂട്ടരും ഉണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. PTA-ക്കാരുണ്ടായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് 2-ാം തീയതി ഉണ്ടായത്? ഇതിനർത്ഥം ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തി ഗാനം ആലപിച്ചതിന്റെ പേരിൽ അത് RSSന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ഇവരൊക്കെ ആരാണ്?
ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കൊലപാതക കുറ്റം ചുമത്തിയെങ്കിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മതിയായ തെളിവുകളുടെ അപര്യാപ്തതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധി. 1 മാസം കഴിഞ്ഞിട്ടും DNA പരിശോധനാ ഫലവും വൈകുകയാണ്. ആയിഷ തിരോധാന കേസിലും സമാനമാണ് സാഹചര്യം. കേരളത്തെ ആകെ ഞെട്ടിച്ച കേസുകളാണ് പള്ളിപ്പുറവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനം. ഈ കേസിൽ ഇപ്പോൾ കോട്ടയം ജയിലിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അപേക്ഷ, മറ്റ് കേസുകളിലെ കസ്റ്റഡി അപേക്ഷയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തലും ഒക്കെയുള്ള പ്രൊസീജിയറിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസ്, അതായത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭന്റെ മിസ്സിംഗ് കേസ് പിന്നീട് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആലപ്പുഴ പോലീസ്, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അത് കൊലപാതക കുറ്റമായി ചുമത്തിക്കൊണ്ട് കൊലപാതക കേസ് മാറ്റിക്കൊണ്ട് അതിനുള്ള നിയമ നടപടികൾ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആ കേസിനകത്ത് ഇതുവരെ, അതായത് ബിന്ദു പത്മനാഭൻ കേസ് കൊലപാതക കേസായി കോടതിയെ 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചെങ്കിലും അതിനകത്ത് നിലവിൽ കോട്ടയം ജയിലിലുള്ള സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ആഴ്ചകൾ പിന്നിടുമ്പോഴും അത്തരത്തിൽ ഒരു മതിയായ തെളിവുകളുമായി അല്ലെങ്കിൽ മതിയായ കാര്യങ്ങളുമായി ഏറ്റുമാനൂർ കോടതിയെ, കാരണം ഏറ്റുമാനൂർ കോടതി ജൈനമ്മ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഏറ്റുമാനൂർ കോടതിയുടെ അണ്ടറിലാണ് ഇപ്പോൾ കോട്ടയം ജയിലിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഏറ്റുമാനൂർ കോടതിയെ ഈ സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിച്ച ശേഷം വേണം അറസ്റ്റിലേക്ക് പോകാൻ. അതിന് അത്തരത്തിൽ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോടതിയെ ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും അയാൾ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് ഇതുവരെ എത്താനാകുന്നില്ല എന്നുള്ളതാണ്. ജൈനമ്മ തിരോധാനം നടന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബിന്ദു പത്മനാഭൻ 2017 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 2017 ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും അതൊരു വെറും ഒരു മിസ്സിംഗ് കേസായി തന്നെ കിടക്കുകയായിരുന്നു. മാത്രമല്ല അതിനിടയിൽ തന്നെ 6ഓളം കേസുകൾ ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും ബിന്ദു പത്മനാഭൻ കേസ് അന്നത്തെ അന്വേഷണ സംഘം ഒരു മിസ്സിംഗ് കേസായിട്ട് തന്നെ തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഈ കോട്ടയത്ത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആ കേസിന്റെ വകുപ്പുകൾ മാറ്റിക്കൊണ്ട് ഈ സ്ത്രീകൾ ഐഷയാണെങ്കിലും ബിന്ദു പത്മനാഭനാണെങ്കിലും ഇപ്പോൾ ജൈനമ്മയെ പോലെ തന്നെ സെബാസ്റ്റ്യനാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ സാഹചര്യം കൊണ്ട്, ജൈനമ്മ തിരോധാന കേസിലെ സാഹചര്യങ്ങൾ കൊണ്ട് സെബാസ്റ്റ്യൻ കൊല ചെയ്യപ്പെട്ടു, സെബാസ്റ്റ്യനാൽ ഇവർ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മതിയായ തെളിവുകൾ, അതായത് ബിന്ദു പത്മനാഭൻ കേസിലാണെങ്കിലും ഐഷ കേസിലാണെങ്കിലും സെബാസ്റ്റ്യനിലേക്ക് എത്താനുള്ള മതിയായ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു തെളിവ് ശേഖരണം ഉണ്ടായാൽ അല്ലെങ്കിൽ സെബാസ്റ്റ്യനാണ് ഇവരെ കൊലപ്പെടുത്തിയെന്ന് കൃത്യമായി കോടതിയെ അറിയിച്ചാൽ മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അതായത് ബിന്ദു പത്മനാഭൻ കേസിൽ ഒരു ഫോർമൽ അറസ്റ്റിലേക്കും ഏറ്റുമാനൂർ കോടതിയിലുള്ള സെബാസ്റ്റ്യന്റെ ഒരു ഫോർമൽ അറസ്റ്റിലേക്കും അയാളെ കസ്റ്റഡിയിലേക്കും വാങ്ങാൻ കഴിയൂ. കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ തേടാനാകൂ. പക്ഷേ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലും നിലവിലെ അന്വേഷണം വെച്ച് കടക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. കേസിന്റെ കാലപ്പഴക്കം ഒരു വലിയ പ്രതിസന്ധി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 2006 മുതൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പോലും 2017 പക്ഷേ 2017 ആ കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ പോലും അന്നത്തെ ചേർത്തലയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കേസിന് വേണ്ട തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ വരുത്തിയിട്ടുള്ള വീഴ്ച നിലവിലെ അന്വേഷണ സംഘത്തെയും വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ സഹോദരൻ ഗുരുതര ആരോപണം അന്നത്തെ അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. അവർ പണം വാങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വകുപ്പ് തല അന്വേഷണം വേണമെന്നൊരു ആവശ്യം, ബിന്ദുവിന്റെ സഹോദരന്റെ ആവശ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിലവിലത്തെ കേസിൽ ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിൽ സെബാസ്റ്റ്യനെ ഒന്ന് കസ്റ്റഡിയിൽ വാങ്ങാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താൻ കഴിയാതെ അന്വേഷണ സംഘം ഇപ്പോൾ നിൽക്കുന്നത്. ശരണ്യ സ്റ്റേജിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലക്കാട് അലനല്ലൂരിൽ യുവാക്കൾ കത്തിവീശിയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. 40ഓളം പേർ ചേർന്ന് 5 യുവാക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓഗസ്റ്റ് 31 സംഘർഷം. ഇവർ കാർ തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അലനല്ലൂർ ചന്തപ്പടിയിൽ വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതായിരുന്നു സംഘർഷത്തിന് കാരണം.
ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടയിൽ ഉണ്ടായ ആവേശം സിനിമ മോഡൽ സംഘർഷം ആശങ്ക ഉണ്ടാക്കുന്നു. 1ാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിസരവാസികളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് സൂചന. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരുന്നു. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 പ്രതികൾ അറസ്റ്റിലായി. ബംഗളൂരു സ്വദേശിയായ ഭരത് എന്ന യുവാവിന്റെ നേതൃത്വത്തിലാണ് വലിയ അക്രമ സംഭവങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി കോളേജിന്റെ ഹോസ്റ്റലിൽ സംഭവിച്ചത്. ഗുരുതരമായി കുത്തേറ്റ മലപ്പുറം സ്വദേശി മുഹമ്മദ് സാബിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സാബിത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികളടക്കം ഇത് ദൃക്സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത് ഒരു ആവേശം സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് കോളേജിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇത് ഭരത് എന്ന യുവാവാണ് ഈ രംഗണ്ണൻ എന്ന രീതിയിലേക്ക് ഫസ്റ്റ് ഇയറിലെ കോളേജിലെ തന്നെ ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്. ഇന്നലെ രാത്രി ഹോസ്റ്റലിലേക്ക് വന്ന് വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗുരുതരമായി ആണ് ഈ സാബിത്തിന് കുത്തേറ്റത്. പിന്നീട് പല വിദ്യാർത്ഥികളെയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കോളേജ് അധികൃതരായിക്കോട്ടെ ഈ വിഷയത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പരാതി നൽകുവാനോ തയ്യാറായില്ല. ഇവർ കേസ് ഒതുക്കി തീർക്കാനുള്ള രീതിയിലേക്കാണ് നീക്കം എന്നുകൂടി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരത്തിനെതിരെ കേസ് എടുത്തിട്ടില്ല. ആദിത്യൻ എന്ന വിദ്യാർത്ഥി കോളേജിൽ പഠിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ മോശ സ്വഭാവത്തെ തുടർന്ന് കോളേജിൽ നിന്നും പറഞ്ഞയച്ചു. കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ തുടങ്ങി. അവിടെ വെച്ചാണ് ഈ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ സുഹൃത്തുക്കൾ വരികയും അവർ വലിയ ഒരു ഗ്യാങ് ആയി തന്നെ ഒരു ഗുണ്ട ഗ്യാങ് ആയി തന്നെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് മറ്റ് സഹപാഠികൾ പറയുന്നത്. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ മുമ്പും പലതരത്തിലുള്ള ഭീഷണി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി വിദ്യാർത്ഥികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കുറ്റിച്ചൽ വഞ്ചിക്കുഴിയിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. രവീന്ദ്രൻ മരിച്ചത് മകന്റെ മർദ്ദനത്തെ തുടർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്ഥിരീകരണം. തിങ്കളാഴ്ചയാണ് കുറ്റിച്ചൽ സ്വദേശി രവീന്ദ്രൻ മകൻ നിഷാദിന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. നിഷാദ് മദ്യലഹരിയിൽ വീട്ടിലെത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. രവീന്ദ്രന്റെ മരണം മർദ്ദനമേറ്റതു മൂലമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിഷാദ് രവീന്ദ്രനെ പിടിച്ചു തള്ളിയപ്പോൾ കട്ടിലിൽ ഇടിച്ചു വീണതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴുതക്കാട് സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് നിഷാദ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരും തർക്കത്തിലേർപ്പെട്ടത്. നിലത്ത് വീണ രവീന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രതി നിഷാദ് റിമാൻഡിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ മരട് എസ്ഐ ഗോപകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിക്കാരനിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എസ്ഐ പിടിയിലായത്. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ മരട് എസ്ഐയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ പുട്ടവിമലാദിത്യ അറിയിച്ചത്. റിപ്പോർട്ട് തേടിയ ശേഷം വകുപ്പ് തല നടപടികൾ ഗോപകുമാറിനെതിരെ ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം 25-ാം തീയതി അപകടത്തിൽപ്പെട്ട വാഹനം തിരികെ വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതിക്കാരൻ എസ്ഐയെ സമീപിച്ചത്. അതേസമയം വാഹനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കാൻ 10,000 രൂപ തനിക്ക് കൈക്കൂലി നൽകണമെന്നായിരുന്നു എസ്ഐ ആവശ്യപ്പെട്ടത്. അത് കൈക്കൂലി നൽകാതെ വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് പരാതിക്കാരൻ പോലീസിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് വിജിലൻസും പരാതിക്കാരനും ചേർന്ന് ഒരുക്കിയ കെണിയിൽ എസ് ഐ ഗോപകുമാർ വീഴുകയായിരുന്നു എന്ന് വേണം പറയാൻ. ശരിക്കും ഈ 10,000 രൂപ കൈക്കൂലി വാങ്ങുന്ന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എസ് ഐക്കെതിരെ അല്ലെങ്കിലും മരട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അത്തരമൊരു ആരോപണത്തിന്റെ ഭാഗമായി ഈ എസ് ഐയുടെ മുൻ ഇടപാടുകളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരം ഇടപാടുകൾ നേരത്തെ തന്നെ എസ് ഐ ഗോപകുമാർ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വാഹനം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കൈക്കൂലി അതുമായി ബന്ധപ്പെട്ടാണ് ഗോപകുമാർ കൈക്കൂലി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും 10,000 രൂപ ഈ
പരാതിക്കാരൻ 10,000 രൂപ SIക്ക് കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് SE അറസ്റ്റ് ചെയ്യുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും അതുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. അങ്ങനെയാണ് എന്തായാലും സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് മരട് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് SI പണം വാങ്ങിയത്. ഉടൻ തന്നെ വിജിലൻസ് എത്തി SIയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പേടിനെതിരായ ബലാത്സംഗ കേസിൽ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. മൊഴിയെടുത്ത ശേഷമേ തുടർ നടപടി സാധ്യമാകൂ എന്നും കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അതിനകത്ത് അവരുടെ റെസ്പോൺസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സിറ്റിയിൽ കിട്ടിയത് അത് മാത്രം. പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ, ഇത് പെറ്റിഷൻ വന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈൻ പെറ്റിഷൻ വരുമ്പോൾ നമ്മൾ പരാതിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അതിന്റെ ഒരു റിക്വയർമെന്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യമുണ്ട് നമുക്ക്. ഇടവേള. ഏറെ സവിശേഷതകളുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂടെയാണ്. വണ്ടിയിലെ ഈ കലാകാരന്മാർക്കൊപ്പമാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം. എന്താണ് ഒന്നും പ്രതികരിക്കാത്തത്? ഏറ്റവും മനോഹരമായ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന കുറച്ച് നിമിഷങ്ങളിലൂടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി നമുക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രൂപ്പ് തന്നെ തുടങ്ങാൻ പറഞ്ഞു. അതെ ഗാനമേള ട്രൂപ്പ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. ഓണം വന്നോണം വന്നേ, നാടെങ്ങും ഓണം വന്നേ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ 2 മിനിറ്റ്സ് VC ഒപ്പിട്ട മിനിറ്റ്സിലും സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിലും പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. VC ഒപ്പിട്ട മിനിറ്റ്സിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് മൂലമാണ് രജിസ്ട്രാർ ചുമതല കൈമാറിയതെന്നാണ്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിൽ സസ്പെൻഷനെക്കുറിച്ച് പരാമർശമില്ല. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ വീണ്ടും അവധി അപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 20 വരെയാണ് അവധി അപേക്ഷ നൽകിയത്. പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. കല്ലേക്കാട് പൊടിപ്പാറയിൽ BJP പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. 24 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയാണ് പിടികൂടിയത്. സുരേഷിനെ കൂടാതെ മറ്റ് 2 പേരും പോലീസ് കസ്റ്റഡിയിലാണ്.
പാലക്കാട് സ്കൂളിലെ സ്ഫോടനത്തിൽ പ്രതികൾക്ക് BJP ബന്ധമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. RSSകാർ നിയന്ത്രിക്കുന്നവർ പോലീസിലുണ്ട്. പിടിയിലായ പ്രതി BJP RSS പ്രവർത്തകനാണ്. RSS കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ RSSന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ കാണാമെന്നും ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ഇത്രയധികം സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഇതിന്റെ സാമഗ്രികളും രാസവസ്തുക്കളും എന്തിനാണ് RSSന്റെ പ്രവർത്തകർ സൂക്ഷിച്ചിട്ടുള്ളത്? അത് തന്നെയല്ലേ മൂത്താന്തറയിലും കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ മൂത്താന്തറ കേന്ദ്രീകരിച്ചും RSSന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം സ്ഫോടക വസ്തു നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ സാമഗ്രികൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മനുഷ്യജീവനുകളെ അപകടപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പ് RSS വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് നല്ല പരിശോധന നടത്തണം. പോലീസിലെ വളരെ ചുരുക്കം ചില ഓഫീസർമാർ ചില കാര്യങ്ങൾ മറച്ചുവെക്കാനും വഴിതിരിച്ചുവിടാനും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് ആ വ്യക്തിപരമായ താല്പര്യം RSS സംരക്ഷിക്കുമെന്ന് തോന്നലിനാണ് ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തുണ്ടാകുന്നത്. അതെല്ലാം ആ ഓഫീസർമാർക്ക് പോലും ഇവരെ ഇത്തരം മനുഷ്യർക്കെതിരെയുള്ള ജീവന ഭീഷണിയാകുന്ന ജീവനുകളെ അപകടപ്പെടുത്തുന്ന സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന RSSന്റെ ഇത്തരം പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ത്വര ആരുടെ ഭാഗത്തുണ്ടായാൽ അത് വലിയ പ്രയാസം അത്തരം ആളുകൾക്കുണ്ടാവും. അത് മനസ്സിലാക്കി ഇപ്പോ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സുരക്ഷാ ജീവനക്കാരെ മറികടന്ന് യാത്രക്കാരിടയിലൂടെ ആഡംബര ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ച യുവാവ്. റെയിൽവേ പോലീസും RPF ഉദ്യോഗസ്ഥരും പിന്തുടർന്നെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച് യുവാവ് കടന്നു കളഞ്ഞു. രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഇന്നലെ പുലർച്ചെ 4:40 സംഭവം. ബൈക്ക് ഓടിച്ച പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി അജ്മലിനായി റെയിൽവേ പോലീസ് തെരച്ചിൽ തുടങ്ങി. ഇയാൾ ഒളിവിലാണ്. 4 ലക്ഷം രൂപ വിലയുള്ള BMW ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിലെ സ്വകാര്യ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിലെ ഫണ്ട് തട്ടിപ്പ് കേസിൽ മുൻ ജീവനക്കാരനായ യുവാവ് പിടിയിൽ. മുഖ്യപ്രതി തിരുവനന്തപുരം സ്വദേശി സുജിത്തിനെയാണ് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയ പണം സ്ഥാപനത്തിലേക്ക് നൽകാതെ സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും മാറ്റുകയായിരുന്നു. കേസിൽ മുൻ ജീവനക്കാരനടക്കം 13 പ്രതികളുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, എന്താണ് ഈ സംഭവം? എന്തൊക്കെയാണ് വിശദാംശം? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരാതികൾ വന്നിരുന്നു. ഇതിൽ തുടർന്ന് ഈ സ്ഥാപന ഉടമ തന്നെ പോലീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന രീതിയിലേക്ക് പോലീസ് സമീപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാരനായിരുന്ന യുവാവ്, നേരത്തെ ജീവനക്കാരനായിരുന്ന പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുന്നു, മറ്റ് ആളുകളെയും കൂട്ടി നടത്തിയ ആസൂത്രിതമായ ഒരു തട്ടിപ്പ് മനസ്സിലാവുന്നത്. 3.5 കോടിയിലേറെ രൂപ ഇയാളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും അധികം തുക വരുന്നത്. 2018 ഒരു ഓഫീസ് സ്റ്റാഫായി ഇയാൾ ഇവിടെ ജോലിക്ക് കയറുകയായിരുന്നു. അതിനുശേഷമാണ് ഈ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടങ്ങളിലെല്ലാം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടേക്കുള്ള ഒരു റിക്രൂട്ടിംഗ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഇതിൽ പലരെയും തന്നെ ഈ പ്രതി സുജിത്ത് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ജീവനക്കാർ തന്നെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സാമ്പത്തിക കണക്കുകൾ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്വം കാണിക്കാതെ വന്നതിനെ തുടർന്നാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇയാളെ തന്നെ മാറ്റുന്നത്. പിന്നീട് ഉടമ നേരിട്ട് കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഈ രീതിയിൽ ഇയാൾ ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 13 പേർ കൂടി ഈ സ്ഥാപനത്തിന്റെ അടക്കം ഉൾപ്പെടെയുള്ളവർ തന്നെ ഇത് കൂട്ടുപ്രതികളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. ഈ ഫണ്ട്, ഈ പണം മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ വിവരങ്ങളടക്കമെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സൗത്ത് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.
അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള ചികിത്സാ നേട്ടം കൈവരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 17 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം പൂർണ്ണമായി ഭേദമായി. 2 വർഷത്തിനിടെ കേരളത്തിൽ 86 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നും അതിൽ 21 മരണം സ്ഥിരീകരിച്ചെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു ചികിത്സാ നേട്ടമുണ്ടായിരിക്കുന്നു. അമീബയും ഫംഗസും ഒരേ സമയം ബ്രെയിനെ ബാധിച്ച 17 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ 3 മാസത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 2024, 25 അതുപോലെ 25, 26 ഇതുവരെ 86 കേസസ് ആണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ 2 വർഷങ്ങളിലായി 86 കേസസ്. അതിൽ നമുക്ക് 21 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതേതാണ്ട് 23-24% മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്. BRSൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത. MLC സ്ഥാനവും കവിത രാജിവെച്ചു. വ്യക്തിപരവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്കായി തന്റെ കുടുംബം ശിഥിലമാകാൻ ചിലർ ആഗ്രഹിക്കുന്നതായി കവിത പറഞ്ഞു. തനിക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടപ്പോൾ സഹോദരൻ KT രാമറാവു പിന്തുണച്ചില്ല എന്ന ആരോപണം കൂടി കവിത ഉന്നയിച്ചു. അടുത്ത ബന്ധു കൂടിയായ മുൻമന്ത്രി T ഹരീഷ് റാവു, സന്തോഷ് കുമാർ എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. കലേശ്വരം ജലസേചന പദ്ധതി ക്രമക്കേടിൽ അന്നത്തെ ജലസേചന മന്ത്രിയായിരുന്ന ഹരീഷ് റാവു KCRന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് കവിതയുടെ ആരോപണം. విజ్ఞప్తి చేస్తా ఉన్నా, మీకు ఒక సూచన చేస్తా ఉన్నా, దయచేసి మీ చుట్టూ ఏం జరుగుతున్నదో. ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ചുങ്കം ചുമത്തുന്ന രാജ്യമെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാവാത്ത സ്ഥിതിയാണെന്നും ട്രംപ് വിമർശിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാര്യത്തിൽ താൻ നിരാശനാണെന്ന് ആയിരുന്നു US പ്രസിഡന്റിന്റെ പ്രതികരണം. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാൻ ചില നടപടികൾ ആലോചിക്കുകയാണ്. US-നെതിരെ റഷ്യ ചൈന അച്ചുതണ്ട് രൂപപ്പെടുന്നതിൽ ആശങ്കയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രചാരണം ട്രംപ് തള്ളി. ജോലി തിരക്കുകളും മാധ്യമങ്ങൾക്ക് അഭിമുഖവും വിർജീനിയ ഗോൾഫ് ക്ലബ്ബ് സന്ദർശനവും മറ്റുമായി തിരക്കിലായിരുന്നതിനാലാണ് പൊതുമധ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഓണവിശേഷങ്ങളിലേക്ക്. എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നതാണല്ലോ ഓണം. ആ ഓണത്തിന് എന്ത് രാഷ്ട്രീയം? കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ അതിഥിയായി എത്തിയത് പ്രതിഭ MLA. കായംകുളം റെസ്റ്റ് ഹൌസിലെത്തിയ MLAയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയ MLA മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. ആവേശം പകർന്നുകൊണ്ട് കായംകുളത്തിന്റെ പ്രിയങ്കരിയായ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രതിഭ ഈ സുന്ദരിക്ക് പൊട്ടുതവൽ മത്സരത്തിന്റെ ഭാഗമാവുകയാണ്. നന്നായിട്ട് കൈയടിക്കും പ്രിയപ്പെട്ട. എത്തിയിട്ടില്ല ഇനി ഏതാണ്ട് ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ചൂട് 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 കൊടുംചൂട് 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 ഏതാണ്ട് സുന്ദരിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ് കായംകുളത്തിന്റെ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രതിഭ. ഓണമായതോടെ നാടെങ്ങും ആഘോഷമാണ്. സ്കൂളിലും കോളേജിലും ഓഫീസുകളിലും മാത്രമല്ല, സ്ഥിരം യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വരെ ഓണം പൊടി പൊടിച്ചിരിക്കുകയാണ് യാത്രക്കാർ. നാടെങ്ങും ആഘോഷത്തിമിർപ്പിലാണ്. ഓണം കളറാക്കുകയാണ് മലയാളികൾ.
സ്കൂളും കോളേജും ഓഫീസുകളിലുമെല്ലാം ആഘോഷം പൊടിപൊടിക്കുകയാണ്. സ്ഥിരം യാത്ര ചെയ്യുന്ന ട്രെയിനിലും ബസ്സിലുമൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും പതിവാണ്. പാലക്കാട് കോയമ്പത്തൂർ മെമുവിലെ ഓണാഘോഷ കാഴ്ചയാണിത്. ട്രെയിനിന്റെ അകത്ത് പൂക്കളവും തിരുവാതിരക്കളിയുമെല്ലാം അരങ്ങേറി. സ്ഥിരയാത്രക്കാരാണ് സംഘാടകർ. എല്ലാ വർഷവും ഇത്തരം ആഘോഷം പതിവാണ്. യാത്രക്കാരുടെ കൂട്ടായ്മയും വേറിട്ട ആഘോഷവുമെല്ലാം യാത്രക്കാർക്കും കൗതുകമായി. ന്യൂസ് 18 പാലക്കാട്. സ്വർണ്ണ നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 9,805 രൂപ, പവന് 78,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,115 രൂപ, പവന് 64,920 രൂപ. വെള്ളി ഗ്രാമിന് 134 രൂപ, കിലോഗ്രാമിന് 1,34,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ്.